ഹലോ. അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5:30 ഒക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ സുബഹിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തുള്ള വ്യൂ ആണ്. അപ്പോൾ ഇതാ പുറത്തേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നു. തെക്ബീറൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. പിന്നെ ഇതാ രാവിലെ ആയപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി മക്കൾസും അനിയനൊക്കെ കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പള്ളിയിലേക്ക് പോയതിന് ശേഷം ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അന്ന് ചായക്കടിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കടുക്ക നിറച്ചതും പിന്നെ അതിൻ്റെ കൂടെ കടലപ്പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, പിന്നെ ഷെമീച്ച അവിടുന്ന് കായയുടെ കൂടെ കൊണ്ടെത്താനിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നാസ്ത ഉണ്ടാക്കിയിട്ടില്ല, പത്തിരിയും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ സ്നാക്കൊക്കെ വെച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി മൂത്തമ്മാൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ മക്കളുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. അതിന് ശേഷം ഇതാ വീടൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ അടിച്ചതിന് ശേഷം പിന്നെ നേരെ ഷെമീച്ചാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപാട് ഇതാ ഈ കസ്റ്റാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മുത്തമ്മാൻ്റെ വീട്ടിലെല്ലായിടത്തും പോയി തിരിച്ച് വന്നതിന് ശേഷം ഇതാ ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ചോറൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ചോറ് തിന്നാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചോറ് തിന്നതിന് ശേഷം വേണം എനിക്ക് വടകരക്ക് പോകാൻ, വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ തിന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മക്കൾസും ഞാനും കൂടെ നേരെ കൊയിലാണ്ടി പോയിട്ട് അവിടുന്ന് ബസ് കയറാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ കൊല്ലത്തുനിന്ന് ഓട്ടോനാണ് കൊയിലാണ്ടിക്ക് പോയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഇതാ കൊയിലാണ്ടി പോയപ്പോൾ നല്ല സീറ്റുള്ള ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക്കൽ ബസ്സിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നേരെ വടകര എത്തിയിട്ടുണ്ട്. വടകര എത്തിയപ്പോൾ കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ നേരെ ഓട്ടോ കയറി ഇതാ വീടെത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു. ഉപ്പയമ്മയും അനിയത്തി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയപാട് എൻ്റെ മൂത്താപ്പാൻ്റെ മോനും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നു പോയതിന് ശേഷം ഇതാ ഉപ്പാപ്പാൻ്റെ അനിയൻ്റെ മോനും വൈഫൊക്കെ വന്നിട്ടുണ്ട്, സഫാനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഓരും പോയി. അതിന് ശേഷം ഇതാ ഇർഫാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിന്. അങ്ങനെ ഇതാ എല്ലാവരും പോയതിന് ശേഷം യൂസ് ചെയ്താൽ പിന്നെ കസ്റ്റാർഡും തന്ന് പൂക്കി മുളായിട്ട് കുത്തിയിരിക്കുന്നുണ്ട്. പൂക്കി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ മഗ്‌രിബായപ്പോൾ ഞാൻ ഒരു ചായയും അതിൻ്റെ കൂടെ നല്ല അയക്കൂറത്തലക്കറി ഉണ്ടായിരുന്നു, മുളക് കറി, അതും കൂട്ടി 2 ചപ്പാത്തി അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സപ്പോർട്ടൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇതാ ഞാൻ പോയപാട് അതൊക്കെ എടുത്ത് തരുന്നുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ രാത്രി ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ വടകരന്ന് ഫിഷ് ബിരിയാണിയാണ്, പിന്നെ മുട്ട ചെറുക്ക ഉണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ നേരെ അപ്പുറത്തേക്ക് പോയി എല്ലാവരും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പിന്നെ യൂസിൻ്റെ ഓരോ കളികളാണ് കേട്ടോ അത്. കണ്ണടയും വെച്ച് വടിയും കുത്തിയൊക്കെ നടക്കുകയാണ്. പിന്നെ അത്തായം മുട്ടുന്ന ടീം വന്നേനും പിന്നെ അവർ കുറച്ച് മുട്ടി തന്നിട്ടോ. ഈ ഒരു സംഭവം നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഈ അത്തായം മുട്ടൽ നോമ്പ് 29 ദിവസവും അത്തായ സമയത്ത് ഇങ്ങനെ മുട്ടിക്കൊണ്ട് പണ്ടേ ഉള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ.